ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ക്ലീനിങ് ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞാൽ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്കിനകത്ത് കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് അങ്ങ് വിട്ടേക്കണേ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തേച്ച് ഉരച്ച് ഒന്ന് കഴുകി കൊടുക്കണം. ഈസി ആയിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുക. നല്ല വൃത്തിയായിരിക്കും. നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പായത് കേട്ടോ. നെക്സ്റ്റ് ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒരു സ്മെല്ല് വരത്തില്ല. ആ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്ത് ചെറിയൊരു ചൂടുവെള്ളം എടുക്കുക. അതിനകത്തോട്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് കൈ നന്നായിട്ട് കഴുകിയാൽ മതി. നല്ല ഒരു സ്മെല്ല് കിട്ടും. ആ മീനിൻ്റെ അതൊക്കെ അങ്ങ് മാറും കേട്ടോ. പിന്നെ ഈ നാരങ്ങ നീര് ഇങ്ങനെ യൂസ് ചെയ്ത നാരങ്ങയുടെ തോടൊന്നും കളയല്ല കേട്ടോ. അത് ഈ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡിനകത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ, അത് ഇങ്ങനെ അഴുക്കായി പോകുന്നതിന് മുമ്പ് വരെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പാത്രം ക്ലീൻ ആവും കേട്ടോ. പാത്രത്തിനൊരു നല്ല മണമൊക്കെ കിട്ടും. അടുത്തതെന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ ഇച്ചിരി ബേക്കിംഗ് സോഡയും അതിനകത്ത് ഇച്ചിരി വിനെഗറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു ബ്രഷ് എടുത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബേക്കിംഗ് സോഡയും വിനെഗറും കൂടി ഇട്ട് ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, നമ്മൾ മിക്സിയുടെ ഈ ബാക്ക് വശത്ത് ഈ അഴുക്കൊക്കെ ഇരിക്കുന്ന സൈഡിലും അതുപോലെ തന്നെ പുറകുവശത്തകത്തും ഒക്കെ നന്നായിട്ട് ഈ ബ്രഷും കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ചുരച്ച് കൊടുക്കണം കേട്ടോ. നല്ല ക്ലീൻ ആവും, നല്ല വൃത്തിയായിരിക്കും കേട്ടോ. അകത്തും ഒക്കെ ഈ ചെളി കയറിയിരുന്നാൽ നമുക്ക് എത്ര ബ്രഷ് ഇട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്താലും ക്ലീൻ ആവത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, എന്ത് നല്ല വൃത്തിയായി, നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.